നാടെങ്ങും ആഭ്യന്തര വകുപ്പിൻ്റെ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തൂഫാൻ ഇടപാടുകാരുണ്ടല്ലോ, രാസലഹരി ഇടപാടുകാരും ലഹരി മരുന്നുകളുടെ ഇടപാടുകാരുമൊക്കെ വലിയ വലിയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം. പക്ഷേ അധ്യാപികമാരെ ചാക്കിട്ട് ലഹരി കച്ചവടം നടത്തുമെന്ന് ആരും ഇതുവരെ പ്രതീക്ഷിച്ച് കാണില്ല. കോഴിക്കോട് ജില്ലയിൽ 2 അധ്യാപികമാർ ഈ കേസിൽ പിടിയിലാകുന്നതുവരെ. പിടിയിലായ ഒരു അധ്യാപികയുടെ പേര് കാവ്യ, മറ്റൊരു അധ്യാപികയുടെ പേര് കീർത്തന. ഇതിൽ ഒരു അധ്യാപികയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് കാവ്യയും കീർത്തനയും ചെയ്തത്? ഇവർ ഓടി നടന്ന് ലഹരി വിൽക്കുകയായിരുന്നു? അല്ല, അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം, അതായത് ഒരു യുവാവിനെ MDAയുമായി, അതായത് 2 മാസം മുമ്പ് ഒരു യുവാവിനെ, റിസ്വാൻ എന്ന ചെറുപ്പക്കാരനെ കോഴിക്കോട് പോലീസ് പിടികൂടി. റിസ്വാനെ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ റിസ്വാന് വ്യക്തിപരമായി നോക്കുമ്പോൾ അയാൾക്ക് സാമ്പത്തിക ഇടപാടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇയാളുടെ സാമ്പത്തികം എവിടെ പോകുന്നു എന്ന അന്വേഷണം. എന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ പിടികിട്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നാണ്, ടീച്ചറാണ്. അവരുടെ പേര് കീർത്തന എന്നാണ്. അവരൊക്കെ പഠിപ്പിക്കുന്നത് ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ BRC, പിന്നെ സ്പെഷ്യലിസ്റ്റ് സ്കൂളുകളാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിശീലിപ്പിക്കുന്ന, അവരെ ട്രെയിൻ ചെയ്യുന്ന സ്കൂളിലൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഈ അധ്യാപികമാർക്ക് ജോലിയുള്ളൂ. ബാക്കി ദിവസമൊക്കെ ഫ്രീ ആണ്, സ്വതന്ത്രമായി എന്തും ചെയ്യാം. അപ്പോൾ ഈ കീർത്തനയുടെ മൊബൈൽ നമ്പർ, മൊബൈലിലെ ഗൂഗിൾ പേയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റിലേക്കോ 2000 രൂപ ലഹരി മരുന്നിന് ആവശ്യമുള്ള വ്യക്തി അയച്ചു കൊടുക്കും. 2000 രൂപ കിട്ടിയാൽ കീർത്തന ഇക്കാര്യം റിസ്വാനെ അറിയിക്കും, അല്ലെങ്കിൽ റിസ്വാൻ്റെ മറ്റ് ഏജൻറ്റുമാരെ അറിയിക്കും. ഈ കാശ് നൽകുന്നവന് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ആ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഇവരാരും ഇവർ രണ്ടുപേരും അറിയാത്ത മൂന്നാമതൊരാൾ ഈ ആവശ്യക്കാരന് രാസലഹരി നൽകും, അല്ലെങ്കിൽ കഞ്ചാവ് നൽകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അയാൾ ആവശ്യപ്പെടുന്ന ലഹരി വസ്തുക്കൾ നൽകും. വളരെ തന്ത്രപരമായ ഡീലിംഗ്. കീർത്തനയുടെ കയ്യിൽ, കീർത്തനയുടെ അക്കൗണ്ടിൽ കുറച്ചധികം തുക വന്നു കഴിയുമ്പോൾ ആ തുക കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. അവർ രണ്ടും കൂട്ടുകാരാണ്. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളെന്ന് ബാങ്കുകാരൊക്കെ തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും പോലീസ് പിടിച്ചാലോ, IT എന്താണ് നമ്മുടെ നികുതി വകുപ്പ് പരിശോധിച്ചാലോ, ITR സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നമായാൽ ആ തുക തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തു, അല്ലെങ്കിൽ കൂട്ടുകാരി ഇങ്ങോട്ട് തന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ തമ്മിലുള്ള ഒരു അല്ലറ ചില്ലറ ഇടപാട്. രണ്ടുപേരും ടീച്ചേഴ്സല്ലേ, ആളുകൾ സംശയിക്കില്ല. പക്ഷേ ഇവരുടെ ജീവിത രീതി കണ്ട സഹ അധ്യാപകർക്ക് മുമ്പേ ഒരല്പം സംശയം തോന്നിയിരുന്നു. കാരണം 2022 കാവ്യ എന്ന അധ്യാപികയ്ക്ക് ഒരു വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. കാവ്യയുടെ ചിത്രമൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകാം, ആർക്കും സംശയം തോന്നില്ല. അപ്പോൾ ഈ കാവ്യയ്ക്ക് പരുക്കേറ്റപ്പോൾ അന്ന് ഇവരുടെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്. ഇവരുടെ ആരോഗ്യത്തെക്കാൾ ഗുരുതരമാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി. അതുകൊണ്ട് ചികിത്സയ്ക്ക് പണം കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിലെ 15 BRCകളിലെയും അധ്യാപകർ ഒരുമിച്ച് പിരിവെടുത്തിട്ടാണ് ഈ കാവ്യ എന്ന അധ്യാപികയ്ക്ക് ചികിത്സയ്ക്ക് നൽകിയത്. ആ കാവ്യ 2026 ആയപ്പോൾ, അതായത് 4 വർഷങ്ങൾക്ക് ശേഷം, അതേ ശമ്പളമൊക്കെ തന്നെയാണല്ലോ, വലിയ ലക്ഷക്കണക്കിനൊന്നും അധ്യാപികമാർക്ക് ഇതിനിടയിൽ ശമ്പള വർധന ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അറിയുമല്ലോ, കേരളത്തിലെ അധ്യാപികമാരൊക്കെ കോടീശ്വരന്മാരും കോടീശ്വരികളും ആകണമല്ലോ. പക്ഷെ കാവ്യ ഒരു ആഡംബര കാറിൽ സ്കൂളിൽ വന്നു. അപ്പോൾ സഹ അധ്യാപികമാരിൽ ചില ചോദിച്ചു, കാവ്യ ഈ കാർ ആരുടെ? അപ്പോൾ എൻ്റെ സഹോദരൻ വിദേശത്താണ്, സഹോദരൻ്റെ കാറാണ് എന്ന് കാവ്യ നുണ പറഞ്ഞു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്, ഈ കാറൊക്കെ കാവ്യയുടെ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ ലഹരി മരുന്ന് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിയതാണ് ഈ കാവ്യയും കീർത്തനയും ഒക്കെ. ഇപ്പോൾ ഇടനിലക്കാരുടെയും ഇടപാടുകാരുടെയും പുതിയ രീതി, ട്രെൻഡ് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അധ്യാപകരും വിദ്യാർത്ഥി സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും NSS വോളണ്ടിയേഴ്സും NCC കേഡറ്റുകളും SP കേഡറ്റുകൾ, അതായത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുമൊക്കെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നാട് നീളെ പ്രചരണ പരിപാടികൾ, സ്കൂളിനകത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ, എന്തൊരു കാറ്റടിച്ചാലും ഉടനെ പോലീസിനെയും സ്ക്വാഡിനെയും അറിയിച്ച് അവരെ പിടിക്കുക, അവരെ ബോധവൽക്കരിക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. അതിൻ്റെ പിന്നാലെ പായുകയാണ് അധ്യാപിക സുഹൃത്തുക്കളിൽ ബഹുഭൂരിഭാഗം ആളുകളും. അപ്പോഴാണ് ഈ ഇടപാടുകാർ, ലഹരി ഇടപാടുകാർ ചില അധ്യാപകരെ, അവരുടെ സുഹൃത്ത് വലയിലുള്ള അധ്യാപികമാരെ ചാക്കിട്ട് അവർക്ക് കാശ് അയച്ചു കൊടുക്കുക, ആ ആവശ്യക്കാരന് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുക എന്ന ഒരു ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ലഹരി വസ്തു കാണുകയോ കേൾക്കുകയോ ഒന്നും വേണ്ട, കൊണ്ടു നടക്കുകയോ ഒന്നും വേണ്ട.
എന്ന രീതിയിൽ അധ്യാപികമാർ ഈ ലഹരി റാക്കറ്റിൻ്റെ മുഖ്യ കണ്ണികളായി മാറുന്നത്. ഇത് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായും രക്ഷിതാക്കൾ ഭയപ്പെടും. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയല്ലേ? അധ്യാപികമാർ തന്നെ ലഹരി കച്ചവടം നടത്തുകയാണെങ്കിൽ എന്താകും നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെയും കോളേജുകളുടെയും സ്ഥിതി? നമ്മുടെ നാട്ടിലെ കൗമാരക്കാരൊക്കെ അമേരിക്കൻ തെരുവുകളിൽ കാണുന്ന സോംബികളെ പോലെ അലഞ്ഞു തിരിയുന്ന കാഴ്ച അതിവിദൂരമല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ അധ്യാപികമാരുടെ ഇടപെടൽ. ഏതായാലും പോലീസ് അവരെ പൊക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ചുമ്മാതല്ല രമേശ് ചെന്നിത്തല നടപ്പിലാക്കിയത് എന്ന ഓർമ്മ ഇരിക്കട്ടെ ജനങ്ങൾക്ക്.